എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ന്റെ-5-6. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫെസോസിലെ സഭ, ആ സഭയെ നന്നായി അഭിനന്ദിക്കുകയും സഭയുടെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഒന്ന് തിരിച്ചു വരിക അല്ലെങ്കിൽ മടങ്ങി വരിക എന്ന ആഹ്വാനം ശക്തമായി സഭയ്ക്ക് നൽകുന്നു. 3 കാൽവയ്പ്പുകളാണ് തിരിച്ചു വരവിന് ആവശ്യം. ഒന്നാമത്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. സഭയ്ക്കുള്ളിലുള്ളവരോടാണ് ഇത് ആവശ്യപ്പെടുന്നത്. മാനസാന്തരത്തിലേക്കുള്ള ആദ്യത്തെ വഴി എവിടെ നിന്നാണ് തെറ്റിപ്പോയിരിക്കുന്നതെന്ന് ഓർക്കണം. ഉദാഹരണം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ രണ്ടാമത്തെ മകൻ്റെ ജീവിതം ഇതുമായി ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എവിടെയാണ് തെറ്റിപ്പോയത്? നടന്ന് പോകുന്ന ഒരാൾ എവിടെ നിന്നാണ് വഴി മാറി സഞ്ചരിക്കേണ്ടി വന്നത്? തെറ്റിയ സ്ഥാനം തിരിച്ചറിയാതെ ഒരിക്കലും മടങ്ങിപ്പോയി യഥാർത്ഥ സ്ഥാനത്തേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് സഭയോട് പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. മാനസാന്തരത്തിൻ്റെ രണ്ടാമത്തെ ഒരു വശം, ഉള്ള അവസ്ഥ മനസ്സിലാക്കി അതിന് വ്യതിയാനം വരുത്താൻ മനസ്സ് വയ്ക്കുക. ഒന്നാമത്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണം. രണ്ടാമത്, മാനസാന്തരപ്പെടണം. കുറ്റം സ്വയം ഏറ്റെടുക്കുകയും വ്യതിയാനത്തിനായി ആവശ്യമായ കാൽവയ്പ്പുകൾ സ്വീകരിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ മകൻ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അരികിൽ ചെന്ന് അപ്പനോട്, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. ശക്തമായ ഏറ്റുപറച്ചിലാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 26-ാം വാക്യം 21-ാം വാക്യത്തിലും നമുക്കിതിന് സമാനമായ ചിന്ത ലഭിക്കുന്നു. മൂന്നാമത്, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥയെപ്പറ്റിയുള്ള ചിന്തയും അനുതാപവും മാത്രമായാൽ കേവലം നിരാശ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോൾ ആദ്യത്തെ 2 പടികളും ആനന്ദകരമായി അനുഭവപ്പെടും. 3 കാര്യങ്ങളാണ് തിരിച്ചു വരാൻ എഫെസോസിലെ സഭയോട് പറയുന്നത്. 1, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. 2, മാനസാന്തരപ്പെടുക. 3, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇതേതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനിവാര്യമായ 3 വശങ്ങളാണ്. 6-ാം വാക്യത്തിൽ തെറ്റായ ഒരു ചിന്താഗതിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തു വെറുക്കുന്ന ഒന്ന് എഫെസോസിലെ സഭയ്ക്കുണ്ട്. അതായത്, ദൈവം പാപത്തെ വെറുക്കുന്നു. നിക്കോലോവരെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇവരാരാണ് എന്ന് വിവരിച്ചിട്ടില്ല. പെർഗമോസിൽ അവരെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ. ബാലാക്കിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവരും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവരുമായിരുന്നു. തുയഥൈരയിലും ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടായിരുന്നതായി കാണാം. ഇസബേൽ എന്ന സ്ത്രീ വിഗ്രഹാർപ്പിതം തിന്നുവാനും പരസംഗം ചെയ്യാനും വിശ്വാസികളെ പ്രേരിപ്പിച്ചു. അവിടെ ഇങ്ങനെ സഭയ്ക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ദോഷപ്രവണതകൾ സഭയ്ക്ക് പുറത്തുള്ള ശത്രുക്കളെക്കാൾ നാശകരമാണ്. നിക്കോലോവ്യരും
ബാലാക്കിൻ്റെ ചിന്താഗതിക്കാരും തമ്മിൽ വളരെ സാമ്യം ഉണ്ട്. ഒരുപക്ഷെ അവർ ഒരു കൂട്ടർ തന്നെ ആയിരിക്കാം. രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നുവെന്ന് മാത്രം. ബാലാക്കിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 25 അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ മോവാബ്യ സ്ത്രീകളുമായി മതവിരുദ്ധ ബന്ധങ്ങളിൽ പ്രവേശിച്ചു, ബാലിനെ ആരാധിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ലൈംഗിക ചെയ്തികളിൽ മുഴുകുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 6 അധ്യായം 5 വാക്യത്തിൽ അന്ത്യോക്യയിലെ പരിവർത്തനം ചെയ്ത നിക്കോലോവോസിൻ്റെയും അനുയായികളുടെയും കാര്യം കാണുന്നു. നിക്കോലോവ്യർ ശിക്ഷണരഹിതരായി ജീവിക്കുന്ന ദുരുപദേശക്കാരാണെന്ന് സഭാപിതാവായ ഐറേനിയസ് ദുരുപദേശകർക്ക് അല്ലെങ്കിൽ അവർക്കെതിരായി എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്കോളിറ്റ്സ് എന്ന എഴുത്തുകാരൻ ദുരുപദേശങ്ങളെപ്പറ്റി രചിച്ച ചിന്തകളിൽ അങ്ങനെ തന്നെ വീണ്ടും രേഖപ്പെടുത്തുന്നു. അപ്പസ്തോലിക ഭരണഘടന എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ നിക്കോലോവ്യരെ പറ്റി വളരെ മോശമായ മനുഷ്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സുഖഭോഗികളും മുട്ടാടുകളെ പോലെ പെരുമാറുന്നവരുമാണെന്ന് അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിക്കോലോവോസ് അതിനൊന്നും ഉത്തരവാദിയല്ലെന്നും ജഡത്തെ താണരീതിയിൽ ഉപയോഗിക്കണമെന്നുള്ള നിക്കോലോവാസിൻ്റെ വാക്യം അനുയായികൾ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നും അതിൻ്റെ ശരിയായ അർത്ഥം ജഡത്തെ ആത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കണമെന്നാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിക്കോലോവാസ് ചെയ്ത വസ്തുനിഷ്ഠമായ തെറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിൽ നിന്നും പരസംഗത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ള യെരുശലേം കൗൺസിലിൻ്റെ തീരുമാനത്തെ നിഷേധിച്ചു എന്നുള്ളതാണ്. എന്നാൽ നിക്കോലോവ്യർ എന്നറിയപ്പെടുന്ന പിൻഗാമികൾ ഇതിനെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അതായത്, ന്യായപ്രമാണം അവസാനിച്ചിരിക്കുന്നു, ഇപ്പോൾ നാം സ്വതന്ത്രരാണ്, ഒരു നിയമത്തിനും വിധേയരല്ല. അങ്ങനെ അവർ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന സുവിശേഷം ജീവിത നിഷ്ഠയ ഇല്ലായ്മയായി തെറ്റിദ്ധരിച്ചു. സ്വാതന്ത്ര്യത്തെ ജഡത്തിന് അവസരമാക്കി തീർക്കരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഗലാത്യ ലേഖനം 5 അധ്യായം 13 വാക്യം. നിക്കോലോവ്യർ ഒരു പടി കൂടെ മുന്നോട്ട് കടന്നു. ശരീരം ഏതായാലും തിന്മയുടെ ഇരിപ്പിടമാണ്, ആത്മാവിന് മാത്രമാണ് നന്മയുള്ളത്. ശരീരം കൊണ്ട് എന്ത് ചെയ്താലും ആത്മാവിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. മാത്രമല്ല, അവർ പിന്നെയും പറഞ്ഞു, ക്രിസ്ത്യാനി ദൈവകൃപയിൽ കീഴിലാണ്, ആകയാൽ എന്ത് സംഭവിച്ചാലും ദൈവം ക്ഷമിക്കുകയും കൃപയാൽ വീണ്ടെടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ചിന്താഗതികൾ നിക്കോലോവ്യരെ ഈ സഭയുടെ ഉള്ളിൽ ഒരു വിരുദ്ധ ശക്തിയായി, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ക്രിസ്തു വിരുദ്ധ ചിന്താഗതിക്കാരുള്ളവരായി മാറ്റി. ക്രിസ്തീയ ധാർമ്മികതയെ അതുപോലെ വികൃതമാക്കുന്നത് ക്രൈസ്തവ സഭയ്ക്കും മാർഗത്തിനും ഏറ്റവും വിനാശകരമാണ് എന്ന് പറയേണ്ടതില്ല. വിഗ്രഹാർപ്പിതം വിശ്വാസത്തോടെ ഭക്ഷിക്കണമെന്ന് പറയുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എങ്ങനെ പങ്കിടാൻ കഴിയുമെന്ന് പൗലോസ് ചോദിക്കുന്നു. പുറജാതികളെ പോലെ അസന്മാർഗികതയിൽ ഇടപഴകി ജീവിക്കുന്നവർക്ക് പിന്നെ ക്രിസ്തുവിൻ്റെ ധാർമ്മിക ഉപദേശങ്ങളെയും ക്രിസ്തു സഭയുടെ മാനദണ്ഡങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ എങ്ങനെ കഴിയും? ലോകത്തോട് ഇടപഴകുമ്പോൾ ക്രിസ്ത്യാനികളും ക്രിസ്തു സഭയും നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യം ഈ വേദഭാഗം ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിക്കോലോവോസ് മേശമേൽ ശുശ്രൂഷ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആകെ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ, അമിതമായ സ്വാതന്ത്ര്യം, തെറ്റായ ചിന്തകളിലേക്ക് അവരെ നയിച്ചു. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനും ന്യായപ്രമാണത്തിൽ നിന്ന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് അവരെക്കുറിച്ച് പറയാനുള്ള ഒരു തിന്മ. കൊണ്ട് പറയുന്നു, അതിൻ്റെ നിലയിൽ നീക്കും,
എങ്കിൽ നിക്കോലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. എഫെസോസിലെ സഭയോട് പറയുന്നു, ആ ഒരു നന്മ ശ്ലാഘനീയമാണ്. നമുക്കും നമ്മുടെ ചുറ്റുപാടും ഒരുപക്ഷെ സഭയിൽ പോലും ഇങ്ങനെ നിക്കോലോവിയ ചിന്താഗതികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഇപ്പോൾ വെളിയിൽ. സഭയിൽ നിന്നൊക്കെ പുറത്തു പോയി മറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. ആർഭാടമായ ജീവിതത്തിന് അടിമപ്പെടുന്ന ആളുകളുണ്ട്. ഈ ആർഭാടത്തെയാണ് ഏറ്റവും അധികമായി പുതിയ നിയമം ദ്വേഷിക്കുന്നത്. അത് നിക്കോലോവിയ ചിന്തയാണ്. തിന്നുക കുടിക്കുക എന്നുള്ള ചിന്ത, അതാണ് സുഖജീവിതമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ സുവിശേഷത്തിൻ്റെ വിരോധികളാണ്. നിക്കോലോവിയർ അങ്ങനെയുള്ളവരായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലുണ്ടാകാതിരിക്കാൻ, അതിനോട് കൂട്ടായ്മ കാണിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ജീവിതാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വരാമായിരുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിച്ച് രാത്രിയിൽ അടിയങ്ങളെ സൂക്ഷിച്ച് പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ കൃപ നൽകിയല്ലോ. ഇന്ന് അടിയങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെയും ക്ഷീണങ്ങളെയും ഒക്കെ അവിടുന്ന് ദൂരെ നിന്ന് തിരിച്ചറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. അവിടുന്ന് സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ സാന്ത്വനിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ബലഹീനരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവെ, വൃദ്ധ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെ ഇരുന്ന് ബലപ്പെടുത്തി ധൈര്യം നൽകി ആവശ്യമായ കൃപകൾ പകരണമേ. ശുശ്രൂഷ സ്നേഹത്തോടെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ. മറ്റാവശ്യങ്ങളുമായി അവിടുത്തെ സന്നിധിയിൽ വരുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതുവർഷം അവിടുന്ന് ദാനമായി നൽകണമേ. യേശു മിശിഹാ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും കരുണയും നമ്മെല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.